നമ്മൾ സ്ത്രീകൾ, അതായത് 40+ ഒക്കെ ആയിട്ടുള്ള സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഇന്ന് ക്ലാസ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ത്രീകളെ ശ്രദ്ധിച്ചിരിക്കുക. ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മൾ എങ്ങനെ സമയം കണ്ടെത്താം, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ വിവാഹത്തിന് മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ആകുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ആദ്യം തന്നെ. ഇപ്പോൾ മക്കളൊക്കെ ആയതിനു ശേഷം നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, ഇതും നമ്മളൊന്ന് രണ്ടും കൂടെ ഒന്ന് നോക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ജീവിത രീതി നമുക്ക് മനസ്സിലാവും. അപ്പോൾ പലരും ഞാൻ പറഞ്ഞു കേൾക്കും സമയമില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഇത് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാം, നമ്മളെ സന്തോഷിപ്പിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക. അതിലൊന്നാണ് എനിക്കും പ്രാധാന്യമുണ്ട് എന്നുള്ളൊരു ചിന്ത. ഇങ്ങനെയൊരു ചിന്ത, ഇത് സ്വാർത്ഥതയല്ല കേട്ടോ. എനിക്കും പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുന്നത് ഇത് സ്വാർത്ഥതയല്ല കേട്ടോ. അതൊരു സെൽഫ് കെയർ ആണ്. കാര്യം നമുക്ക് വീട്ടിലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഒത്തിരി ഉണ്ടല്ലേ. നമ്മുടെ മക്കളെ നോക്കണം, നമ്മുടെ ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കണം, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ അവരെ നോക്കണം, വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം സമ്മർദ്ദങ്ങൾ കൂടുമ്പോൾ, ടെൻഷൻ കൂടുമ്പോൾ നമുക്ക് 100% നമ്മളുടെ കുടുംബത്തോട് റെസ്പോൺസിബിലിറ്റി, കുടുംബത്തിനോടുള്ള ആ ഒരു ഉത്തരവാദിത്തം നിറവേറ്റാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മുടെ മനസ്സും ശരീരവും എല്ലാം തളർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ നമ്മുടെ ജീവിതത്തിനും എൻ്റെ ജീവിതത്തിനും ഒരു പ്രാധാന്യമുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കണം. ഇനി 2, രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളൊന്ന് പ്ലാൻ ചെയ്യണം. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, മേഡം എങ്ങനെയാ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, എനിക്കൊന്നിനും സമയം കിട്ടുന്നില്ല, സമയം തികയുന്നില്ല എന്നുള്ളത്. എല്ലാവർക്കും സമയം ഒരുപോലെയാണ്. നമ്മളത് എങ്ങനെ പ്ലാൻ ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും ഈ സമയം കിട്ടുന്നതും കിട്ടാത്തതുമായിട്ടുള്ള അവസ്ഥ. നമ്മുടെ കിച്ചണിലെ ജോലികളിൽ നമ്മുടെ മക്കളെയും കൂടി നമുക്ക് പങ്കെടുപ്പിക്കാം. അതേപോലെ നമ്മുടെ ഹസ്ബൻഡിനെയും കൂടെ നമുക്കൊന്ന് സഹായിക്കാനായിട്ട് വിളിക്കാം. ഞാൻ തന്നെ ചെയ്താലേ ശരിയാകൂ എന്ന് ഞാൻ അടക്കമുള്ള പല സ്ത്രീകളും ചിന്തിക്കും. വീട് ഞാൻ തന്നെ വൃത്തിയാക്കിയാലേ വൃത്തിയാകൂ, അല്ലെങ്കിൽ ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയാലേ ആകൂ. അങ്ങനെ ചിന്തിക്കേണ്ട. മക്കളുണ്ടാക്കിയാലും ചില കുറവുകളൊക്കെ വരുന്നേക്കാം, പക്ഷേ മക്കളുണ്ടാക്കിയാലും ആകും, ഹസ്ബൻഡ് ഉണ്ടാക്കിയാലും ആകും, വീട്ടിൽ ആരാണോ ഉള്ളത് അവരൊക്കെ ഉണ്ടാക്കിയാലും ഭക്ഷണം, വീട് ഒക്കെ വൃത്തിയാകും. അപ്പോൾ എപ്പോഴും ഞാൻ തന്നെ വേണം എന്നൊരു ചിന്ത നമുക്ക് വേണ്ട. അത് എല്ലാവർക്കും കൂടിയായിട്ട് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ജോലികൾ. അപ്പം നമുക്ക് അത്രയും ഭാരം നമ്മുടെ കുറഞ്ഞു കിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നു, രാവിലെ ഒരു 10 മിനിറ്റ്, ഉച്ചയ്ക്കൊരു കുറച്ച് നേരം, വൈകിട്ടും ഒരു 10 മിനിറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നമുക്കായി തന്നെ സമയം കരുതി വെക്കുക. രാവിലത്തെ കുറച്ച് സമയം നമ്മുടെ മുഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും, അതേപോലെ ഉച്ചക്കൊക്കെ ആണെങ്കിൽ ഉറങ്ങാൻ ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ വായിക്കാൻ ഇഷ്ടമുള്ളവർ, അതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള സമയം ഒക്കെ നമ്മൾ നമുക്കായിട്ടുള്ളൊരു സമയം കണ്ടെത്തുക. നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് പലരും വിളിക്കും, അതെടുക്കുക, ഇതെടുക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ അവരോട് അത് സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇത് എനിക്കായി മാറ്റിവെച്ച സമയമാണ്, ഇത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, ഇതെൻ്റെ സമയമാണ്, അത് നിങ്ങൾക്കായി തന്നെ ഉപയോഗിക്കുക. അത് ആ ഒരു സമയം മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സെൽഫ് കെയറിൽ നമ്മൾ മറന്നു പോകുന്ന ചില കാര്യങ്ങൾ നമ്മളിൽ തന്നെ അത് നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ എൻ്റെ വ്യക്തിത്വത്തിന് തന്നെ ഒരു പ്രാധാന്യം കൊടുക്കുക. 2, ഞാൻ പറഞ്ഞത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ജോലികളുള്ള മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും പ്ലാൻ ചെയ്യുക എങ്ങനെയാണെന്നുള്ളത്. 3, നമുക്ക് വേണ്ടി തന്നെ സമയം കണ്ടെത്തുക. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടി തന്നെ സമയം കണ്ടെത്തുക എന്ന് പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആ സമയം നമ്മുടെ ഫോൺ ഒന്ന് സൈലന്റിൽ ഇടാൻ വേണ്ടി ശ്രമിക്കാം. ഫോണിലല്ല, ഫോൺ നോക്കുക അതല്ല. നമ്മൾക്ക് കുറച്ച് നമ്മുടെ സ്വന്തം കാര്യങ്ങളുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിട്ടൊക്കെയാണ് എങ്കിൽ പറയുകയാണെങ്കിൽ കുറച്ച് ബ്യൂട്ടി കാര്യങ്ങൾ അല്ലെ. നമ്മുടെ മുഖം ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ കൈകളൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടേതായിട്ടുള്ള കുറച്ച് സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ സമയത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾ മറന്നു പോകാതെ പാടില്ലാത്തൊരു കാര്യമാണ്. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊന്ന്,
നമ്മളിങ്ങനെ ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് കൂടുതൽ സ്ത്രീകളും കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ മറ്റു കൂട്ടം കൂടിയിരുന്ന് മറ്റുള്ളവരുടെ കുറ്റം പറയും. വേണ്ട, അതിന്റെ ആവശ്യമില്ല. നമുക്ക് വെറുതെ കിട്ടുന്ന സമയങ്ങൾ നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങളെ ഒന്നും കൂടി നമ്മളൊന്ന് പൊടി തട്ടിയെടുക്കാൻ തുടങ്ങും. അതായത് സ്റ്റിച്ചിങ്, അത് അറിയാമെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ അത് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ വായന, വായിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഗാർഡനിങ്, പൂന്തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് പരിപാലിക്കുക, കെയർ ചെയ്യുക. കിച്ചണിൽ തന്നെ നമുക്ക് പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ പരീക്ഷിക്കുക. ഇതിലൊക്കെ നമ്മൾ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. നമുക്ക് എന്താണോ സന്തോഷം തരുന്നത്, നമുക്ക് സ്വന്തം എന്താണോ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്നത്, ആ ഒരു കാര്യം സന്തോഷത്തോടു കൂടി തന്നെ പഠിക്കുകയോ പഠിച്ചതാണ് എങ്കിൽ കൂടുതൽ അതിനെ ബലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുക. പിന്നെ മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കയ്യിൽ കുറച്ചെങ്കിലും ഒരു പൈസ നമ്മൾ കരുതി വെക്കുക. എല്ലാം എനിക്ക് എന്റെ ഹസ്ബൻഡ് തരും അല്ലെങ്കിൽ കുട്ടികൾ തരും എന്നുള്ള ചിന്ത വൃഥ ആണ്. കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ തന്നെ കരുതി വെക്കുക, നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട്. അതെങ്ങനെ കണ്ടെത്തണം എന്നുള്ളത് നമുക്ക് പല വഴികളുണ്ട്. അത് കണ്ടെത്തി, നേർവഴിയിൽ കണ്ടെത്തി നമ്മുടെ സ്വന്തമായി തന്നെ സൂക്ഷിക്കുക. ഇതൊക്കെ ഞാൻ പറഞ്ഞത് എന്താണെന്നോ, നമ്മൾ മറന്നു പോകുന്ന ചില കാര്യങ്ങളാണ് അതൊക്കെ. എനിക്ക് 40 വയസ്സിൽ കൂടുതലായില്ലേ, ഇനി എന്റെ സൗന്ദര്യം ഞാൻ ശ്രദ്ധിക്കേണ്ട, ഇനി എന്നെ ആര് നോക്കാനാ, അങ്ങനെ ചിന്തിക്കുന്ന പലരും ഉണ്ട്. അതല്ല കേട്ടോ, നമ്മളെ നോക്കാൻ കുറെ പേരുണ്ട്. നമ്മളിൽ നിന്ന് പോസിറ്റീവ് എനർജി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന കുറെ പേരുമുണ്ട്. നമ്മളോട് തൊട്ടുരുമിച്ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട്. അപ്പോ അതൊക്കെ നമ്മുടെ മനസ്സിലോട്ട് നമ്മൾ ഉൾക്കൊള്ളുക. 40+ ആയല്ലോ, ഇനി ഞാൻ എൻ്റെ കയ്യില് പോളിഷ് ഒന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ ഞാൻ മുടിയൊന്നും കെയർ ചെയ്യണ്ട. അങ്ങനല്ല, ഇനി 40+ ആയില്ലേ, കുറച്ച് അടിപൊളി ഡ്രസ്സ് ഇടാം, അതൊന്നും എനിക്ക് ചേരില്ല, അങ്ങനത്തെ ചിന്തയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ നമ്മൾ ധരിക്കുക, മാന്യമായ ഡ്രസ്സുകൾ. പിന്നെയുമുണ്ട് എപ്പോഴും ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മുഖം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമ്മൾ മനസ്സിൽ കരുതി വെക്കുക. 40+ ആയല്ലോ എന്ന് കരുതിയിട്ട് നമുക്ക് റൊമാൻസ് നഷ്ടപ്പെടണം, നമ്മുടെ ഉള്ളിലെ പ്രണയം നഷ്ടപ്പെടണം എന്നൊന്നുമില്ല. പ്രണയം വളരെ മനോഹരമായ, വളരെ സുന്ദരമായ ഒരു വികാരമാണത്. അതും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മുടെ ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ. എത്രമാത്രം സന്തോഷിച്ച് ജീവിക്കാവോ അത്രമാത്രം സന്തോഷിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. എത്രമാത്രം നമുക്ക് നമ്മളെ തന്നെ സന്തോഷിപ്പിക്കണം, അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒപ്പം തന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ ഹസ്ബൻഡിനെ, പേരൻസിനെ ഒക്കെ നമ്മളിലോട്ട് ചേർത്ത് നിർത്താൻ പറ്റുന്നത്, നമ്മളിലോട്ട് അടുപ്പിക്കാൻ നമുക്ക് പറ്റുന്നത് നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ തന്നെയാണ്. ഇതെനിക്ക് നിങ്ങളോട് പറയാൻ തോന്നിയത്. ഒത്തിരി പേര് ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എല്ലാ സ്ത്രീകളും പ്രത്യേകം ശ്രദ്ധിക്കുക.